ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ എസ്.സി. ശ്മശാന ഭൂമിയിൽ ഗ്യാസ് ക്രമറ്റോറിയം സ്ഥാപിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് PDP ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിന ഉദ്ഘാടനം ചെയ്തു. വളരെ വിശദമായി തന്നെ മുഖ്യപ്രഭാഷകനായ ജില്ലാ സെക്രട്ടറിയോട് അവതരിപ്പിക്കുകയുണ്ടായി. വർഷങ്ങളോളം പഴക്കമുള്ള പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു ശ്മശാനം അത് തുറന്നു കൊടുക്കാൻ ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. കാരണം ഒരു മനുഷ്യജീവിയായ ഒരു മനുഷ്യൻ അവർക്ക് വേണ്ട ഭൂമി വിട്ടുകൊടുത്തിട്ട് പോലും അത് പ്രാവർത്തികമാക്കാൻ ഇവിടുത്തെ മാറി വന്ന LDF ഭരണകർത്താക്കളാരും ശരി UDF ഭരണകർത്താക്കളാരും ശരി ചെയ്യാത്തത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. കാരണം ഇവരെല്ലാം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനവും ഇവിടുത്തെ വലതുപക്ഷ പ്രസ്ഥാനവുമെല്ലാം ഈ പറയപ്പെടുന്ന ഈ ദളിതുകളെ ഈ പട്ടികജാതിക്കാരന് അവരുടെ വോട്ടായി മാത്രം അവരുടെ വോട്ട് മാത്രം മതി എന്നുള്ള ആ ഒരു ധാരണയിൽ അവർക്ക് വേണ്ട അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഭരണ സംവിധാനത്തിൽ ഇരിക്കുകയാണ്. ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചും പഞ്ചായത്തിലെ എസ്.സി. ശ്മശാന ഭൂമിയിൽ ഗ്യാസ് ക്രിമിറ്റോറിയം സ്ഥാപിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടും തകർന്ന ഗ്രാമീണ റോഡുകൾ ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടും അമ്പലപ്പറമ്പിലെ മാലിന്യ ഫാക്ടറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടും വികസന മുരടിപ്പിനായി ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തുന്ന നാടകം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും PDP ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മാത്രവുമല്ല, ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു എസ്.സി. ശ്മശാന ഭൂമി നിലനിൽക്കുന്നുണ്ട്. നാളിതുവരെയായിട്ട് പട്ടികജാതി ജനവിഭാഗങ്ങളോട് 1% നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്തപ്പെടാത്ത ഒരു ശ്മശാന ഭൂമി ആദവനാട് പഞ്ചായത്തിൽ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം പിന്നിടുകയാണ്. കുടുംബത്തോടുള്ള മാധവൻ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹി മരിച്ചാൽ മറവ് ചെയ്യാൻ സ്ഥലമില്ലാത്ത ആ ജനവിഭാഗത്തിന് വേണ്ടി അന്ന് അത് സൗജന്യമായി നൽകിയിട്ട് ഏതാണ്ട് 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം മാറി എന്ന് പറയുന്നില്ല, UDF സംവിധാനം തന്നെയാണ് ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ 5 വർഷക്കാലം ഇവിടുത്തെ LDF ഭരിച്ചു. എന്നാൽ ഇന്നുവരെ ആ ശ്മശാന ഭൂമിയിൽ വേണ്ട രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കാൻ ഈ പറയപ്പെട്ട ആരും തന്നെ ശ്രമിച്ചിട്ടില്ല. സംസ്ഥാന വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് വെട്ടിച്ചിറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നൌഷാദ് യാദവനാട് മുഖ്യപ്രഭാഷണം നടത്തി. അരനൂറ്റാണ്ട് കാലമായിട്ടും പഞ്ചായത്തിലുള്ള എസ്.സി. ശ്മശാന ഭൂമിയിൽ അത്യാധുനിക സംവിധാനത്തോടെയുള്ള വാതക ശ്മശാനം സ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കിയ ഭരണസമിതി പട്ടികജാതി വിഭാഗത്തോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്നും ജനങ്ങൾക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന മാലിന്യ ഫാക്ടറിക്ക് പ്രവർത്തിക്കാൻ അനുവാദം നൽകിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എസ്.സി. ശ്മശാന ഭൂമിയിൽ കോൺട്രാക്ടർമാരുടെ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കാൻ അനുമതി നൽകിയ ഭരണസമിതിയും അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത പ്രതിപക്ഷവും ആദവനാട് പഞ്ചായത്തിന് അപമാനമാണ്. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഭരണസമിതി അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ആവശ്യങ്ങളാണ് ഇവിടെ ഉന്നയിച്ചുള്ളത്. 4 ദിവസം മുമ്പ്
ചെമ്മനക്കാവ് മേപ്പത്തൂർ കാട്ടങ്ങാടി റോഡുമായി ബന്ധപ്പെട്ട് ഒരു ഉപരോധ സമരം നടന്നിട്ടുണ്ട്. ഒക്കെ ഈ അധികാരികളെ പരിധിയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ആരോപിക്കപ്പെട്ട ഈ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം അധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ സമരം ഇവിടെ ഒരു തീപ്പന്തമായി ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ആളിക്കത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തിരൂര് മണ്ഡലത്തിന്റെ എല്ലാവിധ പിന്തുണയും ആദനാട് പഞ്ചായത്ത് ഭാരവാഹികൾക്കും കമ്മിറ്റിക്കും പൊതുജനങ്ങൾക്കും ഒക്കെ നൽകിക്കൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തും. ഹരിതസേനയുടെ കീഴിൽ സമാഹരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ദേശീയപാതയിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ സൂക്ഷിക്കുകയും അതിൽ നിന്നും ദുർഗന്ധം വമിച്ച് വഴിയാത്രക്കാർക്ക് പോലും പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയിലാണുള്ളത്. നിരന്തര പ്രക്ഷോഭ പരിപാടികൾക്കാണ് PDP തുടക്കം കുറിച്ചിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ബീരാൻ ഹാജി അനന്താവൂർ, മനാഫ് പറമ്പിൽ, സിദ്ദീഖ് മേൽപത്തൂർ, അനീസ് കരിപ്പോൾ, മുസ്തഫ കരിപ്പോൾ, ഷാഹിദ് റസൂൽ ഹബീബ് തങ്ങൾ കരിപ്പോൾ, മുഹമ്മദ് റഫീഖ് ചോറ്റൂർ, സുബൈർ കരിപ്പോൾ, അബ്ബാസ് കഞ്ഞിപ്പുര, ആഷിഖ് അമ്പലപ്പറമ്പ്, ഉസ്മാൻ ഹാജി, റഹൂഫ് മാട്ടുമ്മൽ, കോയ കാട്ടാംകുന്ന് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട വിഭവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.